വാർത്തകൾ വിശദമായി നോക്കാം. എമ്പുരാൻ സിനിമയ്ക്കെതിരെ പ്രതിരോധ മന്ത്രാലയത്തിന് പരാതി. ചിത്രത്തിന്റെ വിജയത്തിന് വേണ്ടി NIA വലിച്ചിഴച്ചെന്നും അണിയറ പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്നുമാണ് ആവശ്യം. ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന മോഹൻലാൽ NIAയുടെ അധിക്ഷേപിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ചിത്രത്തിൽ NIAയുടെ ചിഹ്നം ദുരുപയോഗം ചെയ്തതിൽ കേന്ദ്ര ഏജൻസി അണിയറ പ്രവർത്തകർക്കെതിരെ നടപടി ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആതിര, എമ്പുരാൻ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം ഇതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത വിവാദങ്ങൾക്കാണ് തിരികൊളുത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാനായിട്ടുള്ള പ്രധാന വിവരം. അതായത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയ സെക്രട്ടറിക്ക് പരാതി എത്തിയിരിക്കുന്നു. അതായത് ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന മോഹൻലാൽ ആ പദവിയെ ദുരുപയോഗം ചെയ്തു എന്നതാണ് ആ പരാതിയുടെ പ്രധാന ഉള്ളടക്കം. അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള അന്വേഷണ ഏജൻസി കുറ്റാന്വേഷണ ഏജൻസിക്കെതിരെ ആ ഏജൻസിയുടെ മാനം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു ലഫ്റ്റനന്റ് കേണൽ നേതൃത്വം നൽകിയെന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NIAയും ഈ വിഷയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് സാധാരണ ഒരു ചലച്ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് NIA അടക്കമുള്ള ഏജൻസികളൊന്നും അതിൽ ഇടപെടാറില്ല. എന്തായാലും NIAയുടെ ദേശീയ ചിഹ്നം, അതായത് NIAയുടെ ഔദ്യോഗിക ചിഹ്നം ഈ ചലച്ചിത്രത്തിലേക്ക് വലിച്ചിഴച്ചു, ഈ ചിത്രത്തിന്റെ വിജയത്തിന് വേണ്ടി വലിച്ചിഴച്ചു എന്നാണ് NIA പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അന്വേഷണങ്ങൾക്കും അതേപോലെ തന്നെ നിയമ നടപടികൾക്കും NIAയിലെ പ്രോസിക്യൂട്ടർമാരെ തന്നെ കൊച്ചി NIA യൂണിറ്റ് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ചലച്ചിത്രത്തിന്റെ 2-ാം മണിക്കൂറിലെ 8-ാമത്തെ മിനിറ്റിലെ 10-ാമത്തെ സെക്കൻഡിലാണ് ഈ ചലച്ചിത്രത്തിന്റെ ഭാഗമായിട്ട് ഒരു വാഹനം കടന്നു വരുന്നത്. ഇന്നോവ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് KL07 എന്ന് എഴുതിയിരിക്കുന്ന വാഹനത്തിന്റെ ഫ്രണ്ടില് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഒരു ചലച്ചിത്രത്തിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചിഹ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളോ വന്നിട്ടുള്ളതല്ല. ഈ എമ്പുരാൻ സിനിമയിലാണ് ആ വിഷയങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന, അല്ലെ ആ പ്രവർത്തനങ്ങളുടെ അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെയുള്ള രീതിയിലാണ് NIA ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഈ എമ്പുരാൻ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്കെതിരെ, അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് NIA മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന മോഹൻലാൽ അദ്ദേഹത്തിന്റെ പദവിയെ തന്നെ ദുരുപയോഗം ചെയ്തു, ആ പദവിക്ക് നിരക്കാത്ത കാര്യങ്ങൾ മോഹൻലാൽ ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിലും പരാതി എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ NIAനെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏതാനും ചിലർ ചേർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ആതിര. ശരി സാർ.